അപ്പോൾ ഇതാണ് നമ്മുടെ പുല്ലിപ്പറമ്പിലുള്ള ബഷീറിൻ്റെ കട. അതാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പുല്ലിപ്പറമ്പിനെ കുറിച്ചുള്ള അങ്ങാടിയെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബഷീറിൻ്റെ കടയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ബഷീർ എന്താ കാരണോ സോല്ലേ, ഇത് നമ്മളെ പുല്ലിപ്പറമ്പുള്ള ബഷീറിൻ്റെ കടയാണ്. നമ്മളെ സുഹൃത്താണ്. പക്ഷെ അന്ന് ഉദ്ഘാടനത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് പുല്ലിപ്പറമ്പിൽ അങ്ങാടിയാണ് കേട്ടോ. പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ തന്നെയാണ് ഈ കട. അവിടെ നിന്ന് മാറ്റിയതാണ്. ആ കടയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നമ്മൾ സുഹൃത്തുണ്ട്, അന്ന് ഞാൻ വീഡിയോയിലിട്ട് ആ സുഹൃത്തുപാട് ആ കടയിലേക്ക് പോകുന്നത് കണ്ടോ. ഇടാ ഓക്കെ ഓക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മളെ സുഹൃത്തുക്കൾ. അപ്പോൾ ആ വീഡിയോ പാടാൻ ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ അറിയാത്ത ഇപ്പോൾ ബഷീർ എന്ന് പറഞ്ഞാൽ ഈ കട ചിലപ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് ഈ കട, അത് ഞാൻ നിങ്ങളിലേക്ക് ഈ ഭാഗത്തേക്ക് ഞാൻ ഇപ്പുറത്തെ ഭാഗം മാറിയത് ചിലപ്പോൾ നിങ്ങളറിയില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുന്നു. ബഷീറേ എന്തൊക്കെ ഇവിടെ പറയടാ, എന്താ പറയുക, കച്ചവടമൊക്കെ ഉണ്ടോ സുഖല്ലേ? അപ്പോൾ നമ്മൾ ബഷീറാണ് പറഞ്ഞത്, കേട്ടില്ല. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക വെച്ചു. അപ്പോൾ അന്ന് ഈ വീഡിയോ ഉദ്ഘാടന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവൻ തന്നെ കാണുക. അപ്പം എല്ലാവരും ചോദിച്ചു നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ് കേട്ടോ. ഈ പുല്ലിപ്പറമ്പ് അങ്ങാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ കുറേ കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. കനോലി കനാൽ പുഴ, അതുപോലെ പുല്ലിക്കടവ് പുഴ, ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പുല്ലിപ്പറമ്പ് അങ്ങാടി അറിയാത്തവരോടാണ് ഈ ഇതിൻ്റെ പുല്ലിപ്പറമ്പ് അങ്ങാടിൻ്റെ വീഡിയോ മുഴുവനായിട്ടും എൻ്റെ ചാനലിലുണ്ടാവും. അതുപോലെ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എടാ ഇന്ന് പോയില്ല ഇതാ എന്താണ് സുഖല്ലേ? പിന്നെ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഇതിപ്പോൾ നമ്മളെ സുഹൃത്താണ്, പെയിൻറ്റിങ് വർക്കിന് പോകുന്ന ആളെ സുഹൃത്താണ്. അതൊക്കെന്താ പറയണ്ടോ, പെയിൻറ്റിങ് വർക്കിനെ പറ്റി എന്താ പറയണ്ടോ? വർക്കിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? പറഞ്ഞോ ജസ്റ്റ് കോണ്ടാക്ട് നമ്പർ കൊടുക്കാം പറഞ്ഞോ. അപ്പോൾ ആ പെയിൻറ്റ് വർക്ക് പോകണം. അപ്പോൾ ഇതുപോലെ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ എത്തിക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മുടെ ബഷീറിൻ്റെ കട അവിടെ നിന്ന് മാറ്റിയ കടയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വരുമ്പോൾ ബഷീറിൻ്റെ കട വെച്ചിട്ട് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക. അതുപോലെ അത്യാവശ്യം നമുക്ക് ബേക്കറി ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബേക്കറി ഐറ്റംസ് സാധനങ്ങളും അതുപോലെ അങ്ങനെ ഐറ്റംസ് സാധനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സ്കൂളിലേക്ക് വേണ്ട പുസ്തകവും അതിൻ്റെ ഐറ്റംസ് സാധനങ്ങളും എല്ലാം നമ്മുടെ ബഷീറിൻ്റെ കടയിലുണ്ട്. അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് വേണ്ട, കുട്ടികൾക്ക് വേണ്ട, അതുപോലെ ഒരുപാട് ഐറ്റംസ് സാധനങ്ങളും ഈ കടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ബഷീറിൻ്റെ കട ഞാൻ എൻ്റെ ചാനലിട്ടാൽ നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയും. അപ്പോൾ കോയമാൻ ഇവിടെയുണ്ട്. കോയമാനോട് ചോദിക്കാം, നമുക്ക് ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് നമുക്ക് കോയമാനോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് കോയമാനോട് ചോദിക്കാം. എന്തൊക്കെ പറയുള്ളൂ സിനിമ അന്ന് സിനിമയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇവൻ നമ്മളെ സിനിമയിലേക്ക് എന്നെ വിളിച്ച് കയറിയാൽ ആ ടിക്കറ്റ് കിഷോറിനെ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാറ് ഓർമ്മയുണ്ടോ? പക്ഷേ ഞാനിപ്പോൾ സിനിമകളിലേക്ക് പോയിട്ട് കുറേ. അപ്പോൾ എന്തായാലും എന്താ ആവശ്യമുണ്ടോ എന്നെ വിളിക്കും. ഇന്നലെ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ പുതിയ സിനിമേൻ്റെ അതിൻ്റെ സെലിബ്രേഷന് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് അത് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പിലെ ഈ ബഷീറിൻ്റെ കട ഞാൻ അന്ന് പറ്റിയിട്ടില്ല ഉദ്ഘാടനം. അപ്പോൾ അതൊരു ചെറിയ ഈ വീഡിയോ മുഴുവൻ തന്നെ കാണും എത്തിയാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് നമ്മളെ ബഷീറിൻ്റെ കട ആ ഭാഗത്തായിരുന്നു. അതിനാൽ അങ്ങപ്പാടി ഇരുട്ടാണ് കട ആ ഭാഗത്തായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരുമ്പോൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം സപ്പോർട്ടും വേണം. അപ്പോൾ എല്ലാവരും നമ്മളെ ഈ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വരുമ്പോൾ ഈ അങ്ങാടിയും ഒക്കെ വികസിച്ച് വന്നിട്ടിരിക്കുകയാണ് നമ്മളെ പുല്ലിപ്പറമ്പ്. എന്നാൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പുല്ലിപ്പറമ്പ് അങ്ങാടിയെക്കുറിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടി. പണ്ടിവിടെ ഇടവഴിയായിരുന്നു. ബസ് ഇപ്പോൾ 2 ബസ്സിനും ഡയറക്റ്റ് ചേലേമ്പ്ര തേഞ്ഞിപ്പുരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ കടലുണ്ടി ഭാഗത്തേക്ക് പോകാൻ
ഇത് ഹൈവേ ആണ്. ഒരു 2 വർഷത്തിനുള്ളിൽ ഇവിടെ വലിയൊരു പാലം വരുന്നുണ്ട്. ആ പാലം വന്നാലും ഒന്നുപാടെ മണ്ണൂർ വളവിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ വണ്ടികൾ സഞ്ചാരം തുടങ്ങും. വികസിക്കട്ടെ, അതാണ് വേണ്ടത്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും വരും തലമുറക്ക് അത് വലിയൊരു ഉപകാരമാകട്ടെ അല്ലേ? അതല്ലേ വേണ്ടേ? ആ, അതാണ് വേണ്ടത്. അപ്പോൾ എന്താ പറയുള്ളത് കോയമാനെ? ഇവിടെ നോക്ക് പറയേ. അതന്നെ പറയാനുള്ളത്. ഓക്കെ.